രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും മറ്റൊരു ബോംബല്ല, കഴിഞ്ഞ തവണ പൊട്ടിയ ബോംബിന്റെ ബാക്കി കൂടി പൊട്ടിച്ചിരിക്കുകയാണ് ന്യൂസ് മലയാളം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് വന്നതുപോലെ തന്നെ നീ ഗർഭിണിയാകണം, എനിക്ക് അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുകയും ഗർഭിണിയാക്കിയതിനു ശേഷം അതിനെ കളയാൻ ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു ബൈറ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ബൈറ്റ് പുറത്തുവിട്ടതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? ബൈറ്റല്ല, അവര് തമ്മിലുള്ള ചാറ്റും അതുപോലെ തന്നെ വോയിസ് കോൾ റെക്കോർഡറും. നോക്കൂ, ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, രാഹുൽ ഈ വിഷയത്തിൽ തെറ്റുകാരനാണെങ്കിൽ 100% ശിക്ഷിക്കപ്പെടുകയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാപ്പ് പറയുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് MLA സ്ഥാനം മാറ്റിവെച്ച് രാജിവെച്ച് പുറത്തു പോവുകയും വേണം, നിയമപരമായും ധാർമ്മികപരമായും എന്ന് ആവശ്യപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വലിയ രീതിയിൽ കേസെടുത്തല്ലോ, വലിയ രീതിയിൽ അന്വേഷണം നടത്തിയല്ലോ, പെൺകുട്ടികളുടെ മൊഴിയെടുക്കാൻ പോയല്ലോ. രാഹുലിനെതിരെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ? ഇല്ല. രാഹുലിനെതിരെ എന്തെങ്കിലും നിയമപരമായ ഒരു രേഖ കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി രണ്ടുപേർ, പ്രായപൂർത്തിയായ രണ്ടുപേർ തമ്മിൽ നടക്കുന്ന ഒരു ചാറ്റ്, ഈ ചാറ്റ് പുറത്തുവിട്ടത് ഓക്കെ, ഇത് പുറത്തുവിട്ട മാധ്യമങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് റിപ്പോർട്ടർ TV, മറ്റേതേതാ ന്യൂസ് മലയാളം 24. രണ്ട് ചാനലുകളും കൃത്യമായ ഇടതുപക്ഷ അജണ്ട ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ചാനലുകൾ തന്നെയാണ്. എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ചാറ്റും ഈ ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നു എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. കാരണം റേറ്റിംഗിന് വേണ്ടി മത്സരിക്കുന്ന ആളുകളാണല്ലോ ഇവരെല്ലാവരും. റിപ്പോർട്ടർ TV ഒരു ചാറ്റിന്റെ ഒരു അംശം മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിടുന്നു, അതിനുശേഷം നടന്ന കോലാഹലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ തന്നെ ഈ ന്യൂസ് 24 മലയാളത്തിന്റെ മാധ്യമ പ്രവർത്തക ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഞാൻ അവളെ കണ്ടു, ആ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അന്നേ അവരുടെ കയ്യിൽ ഈ രേഖകൾ ഉണ്ടായിരുന്നിരിക്കാം, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അന്നത് പുറത്തുവിട്ടിട്ട് കാര്യമില്ല. കാര്യം എന്താ? ചാനൽ റേറ്റിംഗിനെ വലുതായിട്ട് ബാധിക്കാന്നില്ല. ആദ്യമേ പുറത്തുവിടുക. ആദ്യം ഗോൾ അടിക്കുന്നവനാണ് ഇവിടെ വിജയിക്കുന്നത്. എത്ര ഗോൾ അടിക്കുന്നവൻ എന്നുള്ളതല്ല, ആദ്യം ഗോൾ അടിക്കുന്നവനാണ് ഈ ഒരു മാധ്യമ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റുന്നത്. മാസങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഇന്ന് ഈ സംഭവം പുറത്തുവിടുന്നതിന് ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ആകമാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു UDF തരംഗം, ഒരു കോൺഗ്രസ് തരംഗം നിലനിൽക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ടേ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കൃത്യമായി അവരുടെ വികസന അജണ്ട, അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയ ദിവസമാണ്. ഏറെ ജനപ്രിയമായ ഒരു കൂട്ടം പദ്ധതികളുമായി ഞങ്ങൾ ത്രിതല പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തിയാൽ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്യുമെന്ന അവരുടെ പ്രകടന പത്രിക പുറത്താക്കിയ ദിവസം അതിൽ വിറപൂണ്ട അല്ലെങ്കിൽ ഇരുപ്പുറയ്ക്കാത്ത കുറച്ചുപേർ ചേർന്ന് ഓപ്പറേറ്റ് ചെയ്ത ഒരു സംവിധാനമാണ്. ഒരു രാഹുലിനെ അടിച്ചാലൊന്നും ഇവിടുത്തെ കോൺഗ്രസിന്റെയോ UDFന്റെയോ വരാൻ പോകുന്ന ഒരു വലിയ തേരോട്ടത്തിന് ഭംഗം വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രം ഇവർ ഉയർത്തിപ്പിടിക്കുമ്പോൾ രാഹുൽ വളരുന്നത് ഇവരൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതല്ല. രാഹുൽ വളരുന്നത് ഭയപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിന് ഉറപ്പായിട്ടും അതിനകത്ത് UDFലും ഭയക്കുന്നവരുണ്ട്, LDFലും ഭയക്കുന്നവരുണ്ട്, BJPയിലും ഭയക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടുത്തെ ധാർമ്മികമായ കുറച്ച് കാര്യങ്ങളെ പറ്റി നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് ഈ വിഷയം നടന്നു, എന്തായാലും എല്ലാ കാര്യങ്ങളും വിടും, എന്തായാലും ഒരു വർഷം എല്ലാവരും പറയുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്താണെന്ന് വെക്ക്, കൃത്യമായി നമുക്കറിയാം എന്താണെന്നുള്ളത്. എങ്കിലും ഒരു വർഷം കണക്കൂട്ട്. ഈ രേഖകൾ പുറത്തു വിടാൻ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് എന്തിനു ഒരു വർഷം വേണ്ടി വന്നു? നിങ്ങൾ ചാറ്റ് കാണിക്കുന്നുണ്ടല്ലോ, ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റ് കാണിക്കുന്നുണ്ട്. രാഹുൽ അയച്ചത് എന്ന് പറയപ്പെടുന്ന ഒരു ചാറ്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ ബാക്കി താഴോട്ടുള്ള ചാറ്റ് എന്താ കാണിക്കുന്നത്? പിൽസ് മുഖ്യം. ആ പെൺകുട്ടിയുടെ തിരിച്ചുള്ള മറുപടിയാണ്, പിൽസ് മുഖ്യം, പിൽസ് വേണം എന്നല്ല. വളരെ രസകരമായിട്ടാണ് പറയുന്നത്. അതെ, സ്വാഭാവികമായും ഇവര് മനസ്സും ശരീരവും പങ്കിടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന രണ്ട് കാമുകന്മാരാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLAയുടെ പ്രിവിലേജ് അങ്ങോട്ട് മാറ്റി വെക്കും. രണ്ട് സാധാരണക്കാരെ പോലെ ഇവർ ചിന്തിക്കും. അപ്പൊ സ്വാഭാവികമായും അവർ തമ്മിലുണ്ടായ ഒരു ചാറ്റ്, അതിന്റെ ബാക്കി ചാറ്റ് കൂടി പുറത്തു വിടുന്നേ ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ഞാൻ ഇവർ തമ്മിലുള്ള ചാറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മാനസിക വ്യതകളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ പെൺകുട്ടിക്ക് സ്വാഭാവികമായും പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക പ്രയാസങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ആ സമയത്ത് ആ പെൺകുട്ടിയുടെ ഇണയുടെ സാമീപ്യവും സ്നേഹവും പരിലാളനയും ഒക്കെ ആ പെൺകുട്ടി കൊതിക്കുന്നുണ്ടാകാം. അത് കിട്ടാതെ വരുമ്പോൾ ആ പെൺകുട്ടി ഇറിറ്റേറ്റഡ് ആയി അയാളോട് സംസാരിക്കാം, അയാൾ തിരിച്ച് ഇറിറ്റേറ്റഡ് ആയി സംസാരിക്കാം. സ്വാഭാവികമായും സംഭവിക്കാവുന്ന കാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രഗ്നൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവളുടെ മെൻസിന്റെ സമയത്തൊക്കെ അവളുടെ പാർട്ണറുടെ സാമീപ്യം കൊതിക്കുന്നത് തെറ്റൊന്നുമല്ല. അതിന്റെ പേര് വഴക്കുണ്ടാക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അത് അവരുടെ സ്വകാര്യതയാണ്. ആ പെൺകുട്ടി പരാതി പറയുന്നിടത്തോളം കാലം അവരുടെ സ്വകാര്യതയാണ്. അവരുടെ സ്വകാര്യ നിമിഷങ്ങളെ എടുത്തു വെച്ച് ഇങ്ങനെ ടെലിവിഷൻ സ്ക്രീനിലൂടെ ഇട്ട് കാണിക്കുന്നിടത്തോളം വലിയ മാന്യത കേടൊന്നും ഇല്ല എന്നുള്ളതാണ്. റിപ്പോർട്ടർ TVയും ന്യൂസ് മലയാളം 24ഉം കാണിക്കുന്ന ഈ പെൺകുട്ടിയോടും ഈ പുരുഷനോടും കാണിക്കുന്ന മാന്യത കേട് തന്നെയാണിത്. അല്ല, എല്ലാവർക്കും അറിയാം ഈ പെൺകുട്ടി ആരാണെന്നുള്ളത്.
എല്ലാവർക്കും അറിയാം. ഇനി എത്ര മറച്ചു പിടിച്ചാലും ആ പെൺകുട്ടി ആരാണെന്ന് ഇവിടുത്തെ മലയാളികളുടെ 20% പേർക്ക് കൃത്യമായി അറിയാം. എന്താണ് ആ കുട്ടിയുടെ ഫാമിലി ഹിസ്റ്ററി, എന്താണ് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ അറിയാം. പെൺകുട്ടി ഇപ്പൊ എവിടെയാണുള്ളത്, എന്താണ് ചെയ്തത്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ്, നിയമത്തിന്റെ ചില പരിരക്ഷകൾ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടും പറയാൻ പറ്റില്ല. ആ പെൺകുട്ടിയെ നാണം കെടുത്തുന്ന തരത്തിലല്ലേ ഇപ്പൊ ഈ പുറത്തു വരുന്നത്. ഇവർ അടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ആണെങ്കിലും മാനം പോകുന്ന ആ പെൺകുട്ടിയുടേതാണ്, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റേതാണ്. പക്ഷെ ആ പെൺകുട്ടി പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അത് നൽകിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ മാന്യത അവർക്ക് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുലിനെ തകർക്കണമെന്ന് മാത്രമാണ്. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഇത് അന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇവർക്ക് കൈമാറിയ, അതായത് ഞാൻ ഇന്ന് അവളെ കണ്ടു എന്ന് പോസ്റ്റ് ഇട്ടവരെ കാണാൻ പോയപ്പോ കൊടുത്ത ഓഡിയോ ക്ലിപ്പ് ആയിരിക്കാം. ഇന്ന് UDF പ്രകടന പത്രിക പുറത്താക്കിയ ദിവസം, രാഹുൽ അവിടെ സ്റ്റാറാകുന്ന ദിവസം, രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നത്, ആ നാട് അയാളെ ചേർത്ത് പിടിക്കുന്ന ദിവസം തന്നെ ഇത് ഇറക്കി വിടുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണെന്നേ. ഈ പറയപ്പെടുന്ന ഹർഷനും സനീഷിനും ലക്ഷ്മി പത്നിയും പോലെയുള്ള മാധ്യമ പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന ഒരു ചാനലാണല്ലോ ഇപ്പുറത്ത് ഈ അരുൺകുമാറിനെയും ആൻഡ്രോയെ പോലുള്ളവരെ പറയുന്നത് പോലെ. അപ്പൊ സ്വാഭാവികമായും അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്, അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് അവരുടെ പരിപാടികളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ അജണ്ട അവർ സെറ്റ് ചെയ്യാണ്. ഇപ്പോ രാഹുൽ ഇനി വേണ്ട, രാഹുൽ ഇപ്പോൾ ഉയർന്നിരിക്കും, വീണ്ടും അടിച്ചിരുത്താൻ അവിടെയെങ്ങും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ അടിച്ചിരുത്താനുള്ള സംവിധാനങ്ങളൊന്നും നിലവിലില്ല, നിയമപരമായിട്ടോ ധാർമ്മികപരമായിട്ടോ ഇല്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയാർദ്രമായി സംസാരിച്ചതാണ്. ഒരു പക്ഷേ രാഹുലിന് പെൺകുട്ടി വിവാഹം കഴിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നിരിക്കാം. ആ പ്രണയത്തിന്റെ മറ്റേ ഉച്ചസ്ഥായി 12/5 അവന് ഒരു അച്ഛനാവാനുള്ള ആഗ്രഹം ആ പെൺകുട്ടിയോട് തുറന്നു പറയുന്നു. ആ പെൺകുട്ടി പിൽസ് വേണമെന്ന് പറയുന്നു, വേണ്ട എന്ന് പറഞ്ഞു. പ്രണയാർദ്രമായ ചാറ്റാണത്. അതിന്റെ ബാക്കി ചാറ്റ് പുറത്തു വിടും. അങ്ങനെയാണെങ്കിൽ വിടരുത്, ഞാൻ പറയാണ്. അത് ബാക്കി ചാറ്റ് പുറത്തു വിട്ടാൽ ഒരു പക്ഷേ രാഹുലിന് എസ്കേപ്പ് ആവാനുള്ള സാധനങ്ങൾ അതിലുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ക്രോപ്പ് ചെയ്യപ്പെടുന്നത്. പിൽസ് മുഖ്യം. ഇവര് മണ്ടന്മാര് അത് ഹൈഡ് ചെയ്യാൻ മറന്നുപോയി. ആ പെൺകുട്ടിയുടെ ആ സാധനം പിൽസ് മുഖ്യം. നമ്മള് തമാശക്കൊക്കെ എവിടെയൊക്കെ പാർട്ടി മുഖ്യം ബിഗിലേ. ഇപ്പൊ രാവിലെ ഇന്നലെ എന്റെ സുഹൃത്ത് അഭിഷേകിന്റെ കല്യാണം, ഞാൻ അവിടെ ചെന്ന് അവർക്ക് കൈകൊടുത്ത പാർട്ടി മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ആ ബിഗിൽ എഴുതാൻ പെൺകുട്ടി മറന്നുപോയെന്നുള്ളതേ ഉള്ളൂ. അത്രയും രസകരമായിട്ടാണ്, പ്രണയാർദ്രമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ ചാറ്റിനെ പുറത്തു വിട്ട് ആ പെൺകുട്ടിയെ നശിപ്പിക്കുകയാണ് ഈ മാധ്യമ പ്രവർത്തകർ ഇപ്പൊ ചെയ്യുന്നത്. അവരുടെ ചാനലിന്റെ ലാഭത്തിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് വേണ്ടി കോൺഗ്രസിനെ തകർക്കാൻ, UDFനെ തകർക്കാൻ ഇനി എല്ലാ സഹപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും അവരുടെ മൈക്കുകളുമായി UDF നേതാക്കന്മാരുടെ മുന്നിലേക്ക് ചെല്ലും. നടക്കാൻ പോകുന്ന അടുത്ത 3-4 ദിവസം ഇത് ഇനി ആന്റോയുടെ കയ്യിൽ ഇതിന്റെ ബാക്കിയിരിപ്പുണ്ട്. ആന്റോ എപ്പോഴും പറയുന്നുണ്ട് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് പൊട്ടിക്കാൻ. ഇരിക്കുന്ന ബോംബായിരിക്കാം ചിലപ്പോൾ. അല്ലല്ല, ഇതിന്റെ ബാക്കി കാണുമല്ലോ എന്തായാലും. ഇത് 1 ദിവസത്തെയോ 2 ദിവസത്തെയോ പ്രണയമൊന്നും അല്ലല്ലോ. ഇവരുടെ ഏതാണ്ട് വർഷങ്ങൾ നീണ്ടു നിന്ന പ്രണയമാണ്. ഒരു വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷമുള്ള കഥകളുണ്ട് ഇതിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ചാറ്റുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ആ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ആൻഡ്രോയ്ക്ക് കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിക്ക് കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ന്യൂസ് മലയാളം 24 കൊടുത്തിട്ടുണ്ടാകാം. അതിന് വേണ്ട, അതിലേക്ക് പോകുന്നില്ല, അത് ഞാൻ ആവശ്യം പറയാം ബാക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ടാവാം. ഇതൊക്കെ വേണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവര് പൊട്ടിക്കാൻ വെച്ചോണ്ടിരുന്ന കാര്യമല്ല. ഇപ്പോ രാഹുലിനെ ക്രൂശിക്കുന്നവരും എഴുതി വെച്ചോ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഏതെങ്കിലും ഒരു ചാനലിൽ ബാക്കി ചാറ്റ് പുറത്തു നോക്കിക്കോ, എഴുതി വെച്ചോ രാഹുലിനെതിരെയുള്ള ബാക്കി ചാറ്റ്. വേറെ എന്താ ഇവർക്ക് UDFനെതിരെ പറയാനൊന്നുമില്ല. അവര് നോക്കിയിരുന്നില്ല, ഇവിടെ തമ്മി തല്ലും, സീറ്റ് വിഭജനത്തിൽ ആകെ പ്രശ്നങ്ങളാവും. നോക്കിയിരുന്നു, നടന്നില്ല. ഒരുവിധം പരുവത്തിൽ എല്ലായിടത്തും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി, ജനം മുഴുവൻ അങ്ങനെ UDFന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പൊ അടിക്കണം. ഇനി റിപ്പോർട്ടർ TV അടിച്ചാൽ പറയും, റിപ്പോർട്ടർ TVയിലെ കോൺഗ്രസ്സുകാരൊക്കെ മറ്റേ മാറി നിന്നിട്ട് ഇപ്പൊ ഒന്ന് അടുത്ത് വന്നതേ ഉള്ളൂ, അയാളെ ഇടമുഖം രക്ഷിക്കാൻ 2-2.5 മണിക്കൂർ പോഡ്കാസ്റ്റ് ഒക്കെ എടുത്തിട്ടിരിക്കുന്ന സമയമാണ്. നോക്കി ന്യൂസ് 24 മലയാളം ചേച്ചിയുടെ കയ്യിൽ സാധനമുണ്ട്, അടിച്ചു. ഈ അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, രാഹുൽ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗർഭചിത്രം ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ചെയ്തിട്ടുണ്ട്. രാഹുൽ എന്താ പറയുന്നത് അതിനകത്ത്? നീ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനാ പറയുന്നത്. അതെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം വോയിസിൽ പറയുന്നുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്തോളൂ, കുഴപ്പമില്ല, നിനക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, നിനക്ക് സാധിക്കുമെങ്കിൽ നീ ചെയ്തോളൂ. അയാൾ അയാളുടേതല്ല എന്ന് പറയുന്നുണ്ടോ എവിടെയെങ്കിലും? അയാളുടേതാണ് തന്നെ പറയുന്നത്. നമ്മൾ ഇന്നലെ എല്ലാം സംസാരിച്ചതല്ലേ, നീ ഹോസ്പിറ്റലിലേക്ക് പോകൂ, ഇവിടെ എവിടെയാണ് അശാസ്ത്രീയമായ ഗർഭചിത്രം എന്ന മറുപടി പറയേണ്ടത് റിപ്പോർട്ടറാണ്. ഒറ്റക്കൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ബാക്കി പിന്നീട് ആലോചിക്കാമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതെ, അപ്പൊ സ്വാഭാവികമായും ഈ കാര്യങ്ങളിൽ ആ പെൺകുട്ടി പരാതി കൊടുത്താൽ രാഹുൽ കൊടുക്കും, ശരിയാണ്. അപ്പൊ രാഹുലിനൊപ്പം നിൽക്കാൻ പറ്റില്ല. പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം ഇവിടെ ആർക്കാണ് ഈ പരാതി? ഞാനൊരു സിമ്പിൾ ആയിട്ട് പറയാം. ഞാനും എന്റെ ഭാര്യയുമായിട്ടുള്ള ചാറ്റ്, വാട്സപ്പ് ചാറ്റോ കോളിങ്ങിന്റെ ഡൗൺലോഡ് ചെയ്ത സാധനങ്ങളോ വേറൊരു മൂന്നാമതൊരാൾ കേട്ടാൽ ഒന്നുകിൽ ഞാൻ ക്രൂരനായിരിക്കും, അല്ലെങ്കിൽ അവള് ക്രൂരയായിരിക്കും. ഇതുപോലെ ഹർഷയുടെ കേസും, ഹർഷയുടെ ഹസ്ബൻഡുമായിട്ട് പല വിഷയങ്ങളിൽ പിണങ്ങും, എന്തൊക്കെ പറയും, ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കാര്യങ്ങൾ പറയും, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അപ്പോ അതിനെ മൂന്നാമതൊരാൾ നോക്കി കാണുമ്പോൾ
അതിന്റെ രീതികൾ മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ UDF-ന്റെ മോടി കുറയ്ക്കാൻ കൊണ്ടുവന്ന പഴയ വീഞ്ഞ് പുതിയൊരു കുപ്പിയിലാക്കി. ആ കുപ്പിയെ കേരള ജനത എറിഞ്ഞു പൊട്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.